തദ്ദേശ സ്ഥാപനങ്ങളിൽ കരാർ നിയമനം നേടിയ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ യൂത്ത് ലീഗ്. ഉദ്യോഗാർത്ഥികളെ സർക്കാർ വഞ്ചിച്ചെന്ന് PK ഫിറോസ് പറഞ്ഞു. പട്ടികയിലുള്ള ഭൂരിഭാഗം ആളുകളും LDFുമായി ബന്ധപ്പെട്ടവരാണ്. പാർട്ടി നിയമനമാണെന്നും പിൻവാതിൽ നിയമനം അംഗീകരിക്കില്ലെന്നും PK ഫിറോസ് പറഞ്ഞു. കരാർ നിയമനം വഴി കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജോലി നേടിയ CPM പ്രവർത്തകരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. 156 CPM പാർട്ടി മെമ്പർമാരാണ്. മാത്രമല്ല, ഈ ജീവനക്കാർ മുഴുവനും ദേശാഭിമാനി പത്രത്തിൻ്റെ വരിക്കാരാണ്. 900 ആളുകളിൽ 872 ആളുകളും CITU മെമ്പർമാരാണ്. വേറൊരാൾക്കും നമ്മൾ യൂണിയൻ രൂപീകരിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ നിയമനം തന്നെ പാർട്ടി നിയമനങ്ങളാണ്. പാർട്ടി മെമ്പർമാരെ പാർട്ടിയുടെ പത്രത്തിന്റെ വരിക്കാരുടെയും സംഘടനയുടെയും. വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി സലാം മുഹമ്മദാണ് ചേരുന്നത്. സലാം, എന്താണ് യൂത്ത് ലീഗ് പറഞ്ഞു വെക്കുന്നത്? അനിഷ, ടെക്നിക്കൽ അസിസ്റ്റന്റുമാരായി കരാർ നിയമനം നേടിയ ആളുകളെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കം നടക്കുന്നതായും അതോടൊപ്പം തന്നെ അതിനെതിരെ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്. കഴിഞ്ഞ നവംബർ മാസത്തിലാണ് CITU സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് KS സുനിൽകുമാറും സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമന കരീമും ഒപ്പിട്ടുകൊണ്ട് ഒരു കത്ത് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് നൽകുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നു 2012 ശേഷം ജോലി കരാർ അടിസ്ഥാനത്തിൽ നേടിയ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെ സ്ഥിരപ്പെടുത്തണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ, അതായത് നേരത്തെ തന്നെ കേരള ഗ്രാമപഞ്ചായത്ത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഓർഗനൈസേഷൻ CITU സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു കത്ത് നൽകുകയും ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യക്കൊണ്ട് പ്രൈവറ്റ് സെക്രട്ടറിക്ക് CITU സംസ്ഥാന കമ്മിറ്റി ഒരു കത്ത് നൽകുകയും ചെയ്തു. ആ കത്തിൽ പിന്നീട് ഉണ്ടായ നടപടി എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്രട്ടറി പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് ഈ കത്ത് കൈമാറുകയും അതോടൊപ്പം തന്നെ ജോയിന്റ് ഡയറക്ടർമാർക്ക്, ജില്ലാ ജോയിന്റ് ഡയറക്ടർമാർക്ക് പ്രിൻസിപ്പൽ ഡയറക്ടർ തന്നെ കത്ത് കൈമാറുകയും അതിൽ തന്നെ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്ത് കൈമാറി. ആ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ഒരു പ്രതിഷേധവുമായി യൂത്ത് ലീഗ് രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം ഈ പാർട്ടി അനുഭാവികളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ പാർട്ടി മെമ്പർമാരായിട്ടുള്ള 150ഓളം ആളുകളുണ്ട്. ഇവരൊക്കെ തന്നെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ഉദ്യോഗാർത്ഥികളോടുള്ള ചതിയാണ് ഇത്, വഞ്ചനയാണ് കാണിക്കുന്നത്. അതൊക്കെ തന്നെ ഉയർത്തി കാണിച്ചുകൊണ്ട്, കാരണം ഈ കത്തിൽ തന്നെ പറയുന്നത് ദേശാഭിമാനി വരിക്കാരായിട്ടുള്ള തങ്ങൾക്ക് സ്ഥിര നിയമനം വേണം, അതോടൊപ്പം തന്നെ പാർട്ടി മെമ്പർമാരായ ആളുകളും ടെക്നിക്കൽ അസിസ്റ്റന്റുമാരായി ഇങ്ങനെ കരാർ നിയമനം നേടിയവരിലുണ്ട്, അവരെയൊക്കെ തന്നെ സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യമാണ് നേരത്തെ നൽകിയ കത്തിലും, അതായത് CITU സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ കത്തിലും അതോടൊപ്പം തന്നെ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് പിന്നീട് സംസ്ഥാന കമ്മിറ്റി നൽകിയ കത്തിലും പറയുന്നത്. ആ ഒരു അടിസ്ഥാനത്തിൽ മാത്രം ഇങ്ങനെ കരാർ നിയമനം നൽകുന്നത് അല്ലെങ്കിൽ സ്ഥിര നിയമനം നൽകുന്നത് ശരിയല്ല. അത് ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്ന ചതിയാണ്. അങ്ങനെ ഒരു സ്ഥിരപ്പെടുത്താനുള്ള നീക്കം പാർട്ടി അനുഭാവികൾ ആയതുകൊണ്ട് മാത്രം ഇങ്ങനെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കം നടത്തുന്നതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തും എന്നുള്ളത് കൂടിയാണ് PK ഫിറോസ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഇതൊരു വിവാദ വിഷയമായി ഉയർന്നു വന്നിരിക്കുകയാണ്. ഇങ്ങനെ പാർട്ടി അനുഭാവികളെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നത്, അതിനെതിരെ ഒരു ശക്തമായ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് മുന്നോട്ട് പോകും എന്നുള്ളത് കൂടിയാണ് യൂത്ത് ലീഗിന്റെ നേതാക്കളും പറയുന്നത്. കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെയാണ് യൂത്ത് ലീഗ് രംഗത്ത് വരുന്നത്. പിൻവാതിൽ നിയമനമാണ് എന്ന ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകി.